ഇപ്പൊ എന്റെ മൂത്ത മരുമകൾക്ക് ഞാനൊരു വിലപ്പെട്ട സമ്മാനം കൊടുക്കാൻ പോവാ. ഈ ആമാടപ്പെട്ടിയിലുള്ളത് ഞങ്ങളുടെ തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ്. അത് പാരമ്പര്യ വിധി പ്രകാരം തറവാട്ടിലെ മൂത്ത മരുമകൾക്ക് അവകാശപ്പെട്ടതാ. ആയിരപ്പറ തറവാട്ടിലെ അടയാളമാണിത്. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്രേയമോൾക്ക് ഞാനിത് സമ്മാനമായി നൽകാൻ പോവാ. എന്താ അമ്മ പറഞ്ഞില്ലേ, ആയിരപ്പറ തറവാടിന്റെ അവകാശം അടയാളം. നിർത്ത്. തറവാടിന്റെ പാരമ്പര്യ സ്വത്ത് തോന്നിയവർക്ക് കൊടുക്കാൻ നിനക്കെന്താ അവകാശം? അവകാശമുണ്ട്. മൂത്ത മരുമകൾക്ക് പാരമ്പര്യമായി കൈമാറുന്ന ആഭരണങ്ങളാണിത്. അരവിന്ദാണ് ആയിരപ്പറ തറവാട്ടിലെ മൂത്ത മകൻ. അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്കാണ് ഇതിന്റെ അവകാശം. ഓ, അങ്ങനെയാണോ? പക്ഷെ അന്ന് ചാരുവിന് കൊടുത്തപ്പോ നിനക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നല്ലോ. മാഷേ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? തറവാട്ടിലെ മൂത്ത മരുമകൾക്ക് അണിയാനുള്ള ആഭരണങ്ങളാണിത്. നിങ്ങളുടെ പെങ്ങടെ മോളെ കെട്ടിയത് ആയിരപ്പറ തറവാട്ടിലെ രണ്ടാമത്തെ മകനാ. ആ, കൊള്ളാ ഹേമേ, നിന്റെ ന്യായൊക്കെ എനിക്ക് മനസ്സിലായി. അന്ന് ചാരുമോളെ കല്യാണം കഴിക്കാനിരുന്നത് നിന്റെ മൂത്ത മകനാ. ഈ ഫ്രോഡ് അന്ന് എന്താ കാണിച്ചത്? മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് നാട് വിട്ടു. അന്ന് ഈ ആഭരണങ്ങൾ ചാരുവിന് കൊടുത്തു. അപ്പൊ നീ എന്താ ചെയ്തത്? സ്റ്റേജിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടിപ്പോ നീ തോന്നിയാസം കാണിക്കുന്നു. നീ ചെയ്യുന്നതൊക്കെ ന്യായം, ഞാൻ ചെയ്യുന്നതൊക്കെ അന്യായം. ഇതെന്താ വെള്ളരിക്കപ്പെട്ടോ? ഡോ മാഷേ, താനേ മാഷാവേണ്ട ആളല്ലായിരുന്നു, വക്കീലാവണമായിരുന്നു. ന്യായോ അന്യായോ ഒക്കെ പറയുന്നുണ്ടല്ലോ. താൻ പറഞ്ഞ യുക്തി ഒക്കെ കറക്റ്റാ. പക്ഷേ തുണിക്കച്ചവടക്കാരിക്ക് ആഭരണം കൊടുക്കാനേ അവളെ കല്യാണം കഴിച്ചത് അരവിന്ദനല്ല, ആകാശ. അരവിന്ദനാണ് അവളെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ ഈ ആഭരണങ്ങൾക്ക് അവക്ക് കൊടുക്കാൻ ഹേമടത്തി തയ്യാറാവുമായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശാന്തഭാവം പറഞ്ഞ കറക്റ്റാ, പോയിന്റാ. അതെ, പോയിന്റാ. അന്ന് ഞാൻ ചാരുമോൾക്ക് ആഭരണങ്ങൾ കൈമാറുമ്പോ ഇവള് ഈ ഹേമ എന്ത് പറഞ്ഞാ പ്രശ്നം ഉണ്ടാക്കിയെന്ന് തനിക്കറിയോ? ആയിരപ്പറയിലെ മൂത്ത മരുമകൾ താനാണെന്നും
തന്റെ കാലശേഷം മാത്രമേ അടുത്ത തലമുറയ്ക്ക് കൈമാറൂ എന്നുമാണ്. ഇപ്പൊ അതിനെല്ലാം ഒരു മാറ്റം വന്നു. അപ്പൊ എന്താ, മൂത്ത മരുമകള് ഹേമലത എന്താ ചത്തുപോയോ? എന്താ ചത്തോന്ന്? ചത്തുപോയിട്ടില്ല, ജീവനോടെ തന്നെയുണ്ട്. ഞാനെങ്ങാനും ചത്ത പാരമ്പര്യ വിധികളെല്ലാം മാറ്റി അവകാശവും അടയാളവും ദാ ആ നിൽക്കുന്ന തുണിക്കച്ചവടക്കാരിക്ക് കൊടുക്കുമെന്ന് പേടിച്ചിട്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇതിന്റെ അവകാശി ഇപ്പൊ ഞാനാ.